അരുൺകുമാർ, ഇത് കേരളത്തിന്റെ വികസന പദ്ധതിയാണല്ലോ. ഇല്ല, 5580 കോടി രൂപ കേരളം മുടക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇപ്പോൾ PWD മന്ത്രിയെ ക്ഷണിച്ചില്ല, ശരി, പക്ഷെ ഞങ്ങളുടെ പദ്ധതിയാണിത്, ഞങ്ങൾ പങ്കെടുക്കുമെന്നല്ലേ പറയേണ്ടത്? അരുൺ, ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പദ്ധതിയാണല്ലോ. 5580 കോടി രൂപ മുടക്കുമ്പോൾ വീണ്ടും BJPയുടെ പ്രതിനിധി അല്ല, ഇവിടെ ഞാൻ ചോദിച്ചല്ലോ, ഈ ചർച്ചയുടെ ആദ്യത്തെ 20 മിനിറ്റും നുണ തന്നെ പറഞ്ഞ് അല്ല അദ്ദേഹം ഇടപെടലേ അല്ല ഇദ്ദേഹം ഇങ്ങനെ ഈ BJPയുടെ പ്രതിനിധി അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിനൊരു താല്പര്യമില്ല. ആദ്യത്തെ 20-25 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചിട്ടും എത്ര വലിയ നുണ പറഞ്ഞു. ആ നുണ പച്ചയായ നുണയാണെന്നും BJP കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അത് ഞാൻ തിരിച്ചു ചോദിച്ചല്ലോ. നിങ്ങൾക്ക് ഇന്ന് അതിന്റെ മോഹാലസ്യമാണ്. അല്ല മിസ്റ്റർ, നിങ്ങൾ ഒരു മര്യാദ കാണിക്കൂ, ചർച്ചയുടെ മര്യാദ കാണിക്കൂ. ഞങ്ങൾ വികസനം, ഞങ്ങളുടെ രാഷ്ട്രീയം, വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അരുണ് വരണ്ട. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സുരേഷ് ഗോപി കീഴാറ്റൂർ സമരത്തിൽ ഒരിക്കലും പഠിപ്പിക്കില്ല, അതിന് ശ്രമിക്കില്ല. നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മര്യാദ പഠിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിന് ശ്രമിക്കില്ല. ഒറ്റ കാര്യം, ഇന്ന് അവിടെ പ്രസംഗിച്ചല്ലോ സുരേഷ് ഗോപി. എന്താ സുരേഷ് ഗോപി ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത്? കീഴാറ്റൂർ സമരത്തിലും അതുപോലെ വയൽക്കിളികളുടെ സമരത്തിലും ആ സമരത്തിലടക്കം അവിടെ പോയി സമരത്തിന് നേതൃത്വം കൊടുത്ത് അങ്ങ് ബംഗാളിൽ നിന്നടക്കം മണ്ണ് കൊണ്ടുവന്ന് ആ മണ്ണ് വലിയ പൂജിച്ച് ഈ സമരത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചല്ലോ. ഒരിക്കലും ദേശീയപാത പണി ഇവിടെ ആരംഭിക്കില്ല. വയൽക്കിളികളുടെ സമരത്തിലും കീഴാറ്റൂർ സമരത്തിലും മുന്നിൽ നിന്ന് നയിച്ചത് VM സുധീരനും B ഗോപാലകൃഷ്ണനും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കന്മാരല്ലേ? എന്നിട്ട് ആ നേതാക്കന്മാർ ഇന്ന് സ്റ്റേജിൽ വന്നിരുന്നിട്ട് പ്രസംഗിക്കുക, വലിയ തള്ളോട് തള്ള്, ഇത് കൊള്ളാം, ദേശീയപാത വികസനമൊക്കെ ഗംഭീരമായിന്ന്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്ക് വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം പോലും ദേശീയപാത അതോറിറ്റിക്ക് നയാ പൈസ 2019 കാലഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്ന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റും ദേശീയപാത അതോറിറ്റിയും മാത്രമാണ്. ഞങ്ങൾ 5580 കോടി രൂപ ഈ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്തു തരാം എന്ന് ആധികാരികമായി പറഞ്ഞത് 5 വർഷമായി മുടങ്ങിക്കിടന്ന പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാനാ. കാരണം ഒരിക്കലും അല്ലെങ്കിൽ ദേശീയപാത കേരളത്തിൽ വരില്ല. നമുക്കറിയാം, ഈ ദേശീയപാതയുടെ വികസനം പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പോകുകയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്തു. ഭൂമി വില വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങൾ അവരുടെ ഈ കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പണമേ കൊടുത്തിട്ടുള്ളൂ എന്നേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ പദ്ധതിയാകുമ്പോൾ എന്തിനു ബഹിഷ്കരിക്കണം ശ്രീ അരുൺകുമാർ? അല്ല താങ്കളെ എന്റെ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ വന്നിരുന്ന നുണ പറയാൻ ഒരിക്കലും ശ്രമിക്കില്ല. 2019 സമയത്ത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. 2021 ഡിസംബറിലാണ് കേന്ദ്ര ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വരുത്തി. ദേശീയപാത വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റുകൾക്കും പങ്കാളിത്തമാകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വരുത്തിയത് 2021 അവസാനമാണ്. നയാ പൈസ ആദ്യം കേരളമാണ് ഈ വികസന പ്രവർത്തനം നടപ്പാക്കാനാണ്. അല്ല, കേരളം അതിന് തയ്യാറായത് എന്താ? ഈ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ വേണം എന്നതുകൊണ്ട് തന്നെയാണ്. അത്തരം ഒരു പദ്ധതിയിൽ എത്ര കേന്ദ്രമന്ത്രിമാർ വന്നിരുന്നു? എന്തിനാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയിരുന്നേ? മുൻ കേന്ദ്രമന്ത്രിയായിരുന്നെങ്കിൽ ഇവിടെ അൽഫോൺസ് കണ്ണന്താനം അടക്കം നിരവധി കേന്ദ്രമന്ത്രിമാരുണ്ട്. അവരൊന്നും വിളിച്ചില്ലല്ലോ. കുമ്മനടി എന്ന് പറഞ്ഞ് കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച വാക്കുണ്ട്. അതിനുശേഷവും പലതും കണ്ടു. വിഴിഞ്ഞം ഉദ്ഘാടനത്തിലും മണിക്കൂർ മുമ്പേ സ്റ്റേജിൽ പോയി ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്തരത്തിൽ തനി രാഷ്ട്രീയ കളി ഇത്തരത്തിലുള്ള ഉദ്ഘാടനത്തിൽ, അതും വിഴിഞ്ഞത്തിന്റെ നമുക്കറിയാലോ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അടക്കം കേരളത്തിൽ നിന്നും തിരിച്ചു പിടിക്കുകയാണ്. 17 വർഷം മുമ്പ് പണി പൂർത്തീകരിക്കുക. നമ്മൾ 2045 പൂർത്തീകരിക്കേണ്ട പണി 2028 പൂർത്തീകരിക്കുന്ന തരത്തിൽ പണി മുന്നോട്ട് പോകുന്നു. ആ ഘട്ടത്തിലും കേരളത്തോട് ഈ സമീപനം സ്വീകരിക്കുന്നു. അപ്പോ ഏതെങ്കിലും തരത്തിൽ പച്ചയായ രാഷ്ട്രീയം കളിച്ച് ഈ വികസനങ്ങളെ അട്ടിമറിച്ച്, ഫെഡറലിസത്തെ അട്ടിമറിച്ച് ഞങ്ങൾ തീരുമാനിക്കും, അതനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ അങ്ങ് അനുസരിച്ചോളണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല.
ഈ സ്ട്രക്ചറുകൾ റിച്ചുകൾ പൂർത്തീകരിക്കുന്നത് ഞങ്ങളാണ്. ഇതിന്റെ മുന്നോട്ട് പോകുന്നത് എല്ലാ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മെസ്സേജാണ് ഇന്ന് കൊടുത്തത്. ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുവാൻ കേന്ദ്രവും ശ്രമിക്കുന്നു, ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാനവും ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ 5580 കോടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കലിന് കേന്ദ്രത്തിന്റെ വകയായി 22,119 എന്നുള്ള കണക്കും കൂടി ഉണ്ട് കേട്ടോ. കോടിയിൽ 22,119 കോടി കേരളത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കുവാൻ കേന്ദ്രത്തിന്റെ ഫണ്ടുമുണ്ട്. അപ്പോൾ ഇത് കേന്ദ്രം ശ്രമിക്കുന്നു ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ, കേരളം ശ്രമിക്കുന്നു ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ. ശ്രീ തൗഫീഖ്, താങ്കൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.